മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളാക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ ചിന്തകൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുമെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതല്ല, എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് പല ആളുകൾക്കും ഇത് നടക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ത് എന്നുള്ളതാണ്. ചിന്തകൾ എന്ന് പറയുന്നത്, ചിന്തയെ നമ്മളുടെ ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു വാഹനമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വാഹനം ഓടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഫ്യൂവൽ നിർബന്ധമായിട്ടും വേണം. പല ആളുകളും വേണ്ടാത്ത ആ വാഹനത്തിൽ, ഇപ്പോൾ ഒരു പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡീസൽ അടിച്ചിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ചിന്തയൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ ഇന്ധനമേ നിറയ്ക്കുന്നില്ല. അപ്പൊ എന്താണ് ആ ഇന്ധനം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളുടെ ചിന്തകളിൽ നിറച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാകും. സോ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുള്ള സ്നേഹം, സമാധാനം, ഫോർഗീവ്നെസ്, സന്തോഷം, ഇതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിനൊക്കെ നിങ്ങളുടെ ചിന്തകളിൽ നിറയ്ക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അടുത്ത തലത്തിലേക്ക് ഉയരുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സണാലിറ്റി അടുത്ത തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീക്വൻസി അടുത്ത തലത്തിലേക്ക് ഉയരുന്നുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് ആ ഫ്രീക്വൻസിയിലുള്ള എല്ലാ കാര്യങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. ചെയ്തു നോക്കുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇതൊക്കെ ഒരു മെന്റർഷിപ്പിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറായാൽ വളരെ ഫാസ്റ്റായിട്ട് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവും. അടുത്ത ഞായറാഴ്ചയുള്ള എൻ്റെ സെഷനിലേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിപ്പിച്ചു തരാം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.